അഭിവന്യ സേവാറിയോസ് തിരുമേനി, അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, അഭിവന്യ യൂലിയോസ് തിരുമേനി, മുഖ്യ പ്രഭാഷകനായിരിക്കുന്ന ബഹുമാനായ പോൾ മണൽ സാർ, വന്യ അറമ്പാച്ചൻ, കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവളെ, കാതോലിക്കേറ്റ് സ്ഥാപനത്തിൻ്റെ 100-ാം വാർഷികം കൊണ്ടാടുന്ന സമയമാണ്. കാതോലിക്കേറ്റ് സ്ഥാപനത്തെക്കുറിച്ചൊക്കെയും വിശദമായിട്ട് പിതാക്കന്മാരുടെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലുമൊക്കെയുമായിട്ട് പറഞ്ഞുകൊള്ളുന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇന്നത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ടാണ് എത്തിച്ചേരാമെന്ന് അറിയിച്ചെങ്കിലും തിരുമേനിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതായ ചില കാര്യങ്ങൾ വന്നു ചേർന്നതിനാലാണ് പരിശുദ്ധ പിതാവ് സ്ഥലത്തേക്ക് എത്തിച്ചേരാതിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിനെ ആദ്യമായിട്ട് പരിശുദ്ധ സെമിനാരുടെ പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് തൃപ്പാദത്തെങ്കിൽ സമർപ്പിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ സുന്നതോസിൻ്റെ സെക്രട്ടറി കൂടിയായിരിക്കുന്ന കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത ആയിരിക്കുന്ന ഞങ്ങളുടെയൊക്കെയും ഗുരു കൂടിയായിരിക്കുന്ന അഭിവന്യ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമനസ്സുകൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിരിക്കുന്നത്. രാവിലെ വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചു. കാതോലിക്കേറ്റ് ശതാബ്ദി ആഘോഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന അഭിവന്യ തിരുമേനിയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് തൃപ്പാദത്തെങ്കിൽ ഈ സമയത്ത് സമർപ്പിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ കൂടെ എപ്പോഴുമുള്ള നെല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത ആയിരിക്കുന്ന അഭിവന്യ യോഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമനസ്സിനെയും സന്തോഷത്തോടെ നിങ്ങളുടെ ഏവരുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് തൃപ്പാദത്തെങ്കിൽ സമർപ്പിക്കുന്നു. അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലീത്ത ആയിരിക്കുന്ന അഭിവന്യ ഈവറീസ് മാർ യൂലിയോസ് തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തെയും സന്തോഷത്തോട് നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് ഏറ്റിരിക്കുന്നത് മലയാള മനോരമയിലെ എഡിറ്ററായിരിക്കുന്ന ബഹുമാനായ പോൾ മണൽ സാറാണ്. നല്ലൊരു വാഗ്മിയും ചിന്തകനും ഒക്കെ ആയിരിക്കുന്ന പോൾ മണൽ സാറിനെ പല രീതിയിൽ പലപ്പോഴായിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ സഭയോടുള്ള ധീരതയും ദൃഢതയും വിശ്വാസവും കൂറുമൊക്കെയും അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കൂടിയും ഒക്കെ പ്രസംഗങ്ങൾ കൂടിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. കാതോലിക്കേറ്റ് ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സമയത്ത് ആര് ഇതിനൊരു പ്രഭാഷണം നടത്തുമെന്ന് ചിന്തിച്ചപ്പോൾ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട പേരാണ് ബഹുമാനായ പോൾ മണൽ സാറിൻ്റെ പേര്. അത് വളരെ സന്തോഷത്തോട് ആ സമയത്ത് തിരുമേനിയുടെ ഞാൻ ചോദിച്ചപ്പോൾ തിരുമേനി പറയുകയും അപ്രകാരം പോൾ മണൽ സാറിനെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും യഥാസമയത്ത് തന്നെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ആ സമയത്ത് കിട്ടിയില്ലെങ്കിലും തിരികെ എന്നെ വിളിച്ചാൽ യഥാസമയത്ത് എത്തിച്ചേരുമെന്ന് ഞാൻ അറിയിച്ചു. യഥാസമയത്ത് തന്നെ സാറിനോട് എത്തിച്ചേർന്നു. സാറിനെ സന്തോഷത്തോടുകൂടെ ഈ സമയത്ത് ഈ വേദിയിലേക്ക് പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സമയത്ത് സ്വാഗതം അർപ്പിച്ചുകൊള്ളും. കൂടി വന്നിരിക്കുന്ന ഏവരെയും ബഹുമാനായ റമ്പാച്ചൻ, ഈ സെമിനാറിയുടെ അസിസ്റ്റന്റ് മാനേജർ വന്യ യോസഫ് റമ്പാച്ചൻ, മറ്റ് വൈദിക സഹോദരങ്ങൾ, ഇവരെ ഏവരെയും ഒറ്റ വാക്കിൽ ഈ സമയത്ത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൂടി വന്നിരിക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ നേഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളോടാണ്. എല്ലാ പ്രോഗ്രാമിലും അവരാണ് ഈ വേദിക്ക് വളരെയധികം സന്തോഷം നൽകുന്നത്, വേദിക്ക് മുരടിപ്പുണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നത്. അവരെ പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരു വാക്കിൽ മാതാപിതാക്കൾ, സ്നേഹിതർ, തിരുമേനിയുടെ ഭക്തന്മാരായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നവർ, ഈ ഉച്ചഭാഷണി എവിടെയൊക്കെ കേൾക്കുന്നോ അത് ശ്രവിക്കുന്ന ഏവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ ഈ സമയത്ത് ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു. ദൈവതിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്യനായ സേവേറിയോസ് തിരുമേനി, സന്ദേശം നൽകുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന അഭിവന്യനായ യൂലിയോസ് തിരുമേനി,
ഈ കാതോലിക്കേറ്റ് ശതാബ്ദി സമ്മേളനത്തിൻ്റെ മുഖ്യ സന്ദേശ നമ്മളെ അറിയിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ പോൾ മണലിൽ, വന്യറമ്പാച്ചന്മാരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെയും പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കൽപ്പനകളിൽ കൂടിയും കാതോലിക്കേറ്റ് ശതാബ്ദിയുടെ കാര്യങ്ങൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മലങ്കര സഭയുടെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും ചരിത്രത്തിൽ രൂപം കൊണ്ട ഒരു സംവിധാനമാണ് കാതോലിക്കേറ്റ് എന്നുള്ളത്. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഭാരതത്തിൽ ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ ആഗമനത്തോടുകൂടി തന്നെ ഇവിടെ ക്രൈസ്തവ സഭ രൂപം കൊണ്ടു. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ വളർച്ചയും തളർച്ചയും ഉയർച്ചയും താഴ്ചയും എല്ലാം ഈ സമൂഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് ഈ നാട്ടിലെ ഇതര മതസ്ഥർ നൽകിയ കൈത്താങ്ങലും പ്രോത്സാഹനവും സഹായവും സഹകരണവും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുകയില്ല. ഭാരതീയ പൈതൃകത്തിൽ ക്രൈസ്തവ സഭ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് ലഭിച്ച പിന്തുണയും പ്രോത്സാഹനവുമായിരുന്നു. എന്നാൽ അത് എല്ലാ കാലത്തും എല്ലാവരിൽ നിന്നും ഒരുപോലെ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. എങ്കിലും ഇതിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെ സഹായകരമായി തീർന്നു. ഭാരതത്തിലെ ക്രൈസ്തവ സഭയെ ശിഥിലമാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വിദേശ ക്രൈസ്തവ സമൂഹം മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഇവിടുത്തെ വിവിധ മതസ്ഥർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പല കാരണങ്ങളും കാര്യങ്ങളുമായി ഇവിടെ കടന്നു വന്നവർ ഇതിനെ പരമാവധി ശിഥിലമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതേ ഉള്ളൂ. തൽഫലമായി ഒരുപാട് സഭകൾ ഇതിൽ നിന്ന് വേർപിരിഞ്ഞ് രൂപം കൊണ്ടു. എങ്കിലും 1-ാം നൂറ്റാണ്ട് മുതൽ ഈ നൂറ്റാണ്ട് വരെ ഈ സഭ ഈ ഭാരതത്തിൽ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ആ കൃപയെ ഏറ്റുവാങ്ങി ഇതിനെ നയിച്ച ആത്മീയ അൽമായ എല്ലാ നേതൃത്വത്തെയും ഞാൻ ദൈവസന്നിധിയിൽ സ്മരിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ ഭാരതത്തിൽ ക്രൈസ്തവ സഭ ഉണ്ടായി. ഒരു നസ്രാണി സമൂഹം, മലങ്കര നസ്രാണി സമൂഹം ഉണ്ടായി. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടിരുന്നു. അന്ന് ഈ സമൂഹത്തിൻ്റെ നേതൃത്വം കൊടുത്ത ആത്മീയ പിതാക്കന്മാരെ പല പേരുകളിൽ വിളിക്കുകയും അറിയപ്പെടുകയും ചെയ്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ ജാതിക്ക് കർത്തവ്യൻ എന്നുള്ള ഒരു നേതാവ് ഈ ക്രൈസ്തവ സമൂഹത്തിന് നേതൃത്വം നൽകി. പിന്നീട് അർക്കദിയാക്കോന്മാർ ഇതിന് നേതൃത്വം നൽകി. മാർത്തോമാ മെത്രാപ്പോലിത്തന്മാർ ഇതിന് നേതൃത്വം നൽകി. ദീവന്യാസ്യോസ് എന്നുള്ള പേരിൽ ഇതിന് പിതാക്കന്മാർ നേതൃത്വം നൽകി. അങ്ങനെ വളർച്ചയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ നാമധാരികളായിട്ടുള്ള പിതാക്കന്മാർ ഇതിന് ആത്മീകവും ഭൗതികവുമായിട്ടുള്ള നേതൃത്വം നൽകി. 1912 കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനയോടുകൂടി ഭാരതത്തിലെ ക്രൈസ്തവ സഭ ഒരു സ്വതന്ത്ര സഭയും സ്വയം ശീർഷകത്വമുള്ള സഭയുമായി തീർന്നു എന്ന് മാത്രമല്ല, വിദേശ കടന്നുവരവിന് മുമ്പ് 1-ാം നൂറ്റാണ്ട് മുതൽ വിദേശ
സഭകളുടെ കടന്നുവരവ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ സ്വതന്ത്രമായ ഭരണ സംവിധാനങ്ങൾ നിലനിന്നിരുന്നത് പോലെ തന്നെ അതിനെ വീണ്ടെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള സകല സാഹചര്യങ്ങളും സംജാതമായി. 100 വർഷങ്ങൾക്ക് മുമ്പ് നിരണത്ത് പള്ളിയിൽ വെച്ച് മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രഥമ കാതോലിക്കായെ വാഴിച്ചുകൊണ്ട് കാതോലിക്കേറ്റിൻ്റെ സ്ഥാപന കർമ്മം നടന്നു. ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും ഊറ്റം കൊള്ളണം. ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് ഊർജം ആർജിക്കണം. പക്ഷേ വൈക്കം ബഷീർ പറഞ്ഞിട്ടുള്ളത് പോലെ എൻ്റെ ഉപ്പാപ്പാന് 2 ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു സ്ഥാപനയുടെ ലബ്ധിയിലൂടെ മലങ്കര സഭയ്ക്ക് നിറവേറ്റുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ സഭ ഒരു പ്രേക്ഷിത സഭയായി ഭാരതത്തിൽ തുടങ്ങിയത് അതിൻ്റെ അർത്ഥവും അനുഭവവും വീണ്ടും ആർജിച്ച് ഭാരതത്തിൽ അതിൻ്റെ സുവിശേഷ പ്രകാശം പരത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് പുതുക്കുവാനുള്ള ഒരു സമയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. രണ്ടാമത്, ഭാരതത്തിലെ ആദിമ ക്രൈസ്തവ സഭയെ നോക്കിക്കൊണ്ട് ഇവിടുത്തെ മറ്റ് മതസ്ഥരും മനുഷ്യരും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ലുക്ക്, സീ ആൻഡ് ലേൺ. നിങ്ങൾ നോക്ക്, നിങ്ങൾ കാണ്, നിങ്ങൾ പഠിക്ക്, എന്താ ജീവിതം എന്ന്. ധാർമ്മികതയുടെയും അതുപോലെ മൂല്യാധിഷ്ഠിതമായ ജീവിതം ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ക്രൈസ്തവ കുടുംബങ്ങളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യ കേന്ദ്രം എന്ന് പറയാവുന്നത് നമ്മുടെ പൂർവ്വ കുടുംബങ്ങളായിരുന്നു. ഇന്ന് ആ ആത്മാവിൽ നമുക്ക് ആ സാക്ഷ്യം നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങളെ വിലയിരുത്തി നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഐക്യതയ്ക്കും ഇതിൻ്റെ അഖണ്ഡതയ്ക്കും ഇതിൻ്റെ ദേശീയതയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ക്രൈസ്തവ സഭയും ക്രൈസ്തവ സമൂഹവും നൽകിയിട്ടുള്ള നേതൃത്വവും സംഭാവനകളും വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. മത തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളുമെല്ലാം കൊടുമ്പിരിക്കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സംഭാവനകൾ പിൻതലമുറക്കാരായ നമ്മൾ ഏറ്റുവാങ്ങി അതിൻ്റെ പ്രകാശം പരത്തുന്നവരായി നാം തീരേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഈ രാജ്യത്ത് വ്യാപകമാക്കുന്നതിൽ ക്രൈസ്തവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഭാരതത്തിൻ്റെ ആയിരക്കണക്കിനുള്ള ഗ്രാമങ്ങളിൽ, കുഗ്രാമങ്ങളിൽ ഇന്നും വിദ്യാഭ്യാസവും ചികിത്സാ സൗകര്യങ്ങളും കടന്നു ചെന്നിട്ടില്ല. അവിടെ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മലങ്കര സഭയ്ക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കാതോലിക്കേറ്റ് സ്ഥാപനയിലൂടെ അല്ലെങ്കിൽ സഭയുടെ 1-ാം നൂറ്റാണ്ട് മുതൽ പിന്നീടുള്ള നൂറ്റാണ്ടുകളിലെ വളർച്ചയിലൂടെ നേടിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളും നാം ആർജിച്ചിട്ടുള്ളതും ദൈവകൃപയാൽ ലഭിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആനുകാലിക ചുറ്റുപാടിൽ കാലിക പ്രസക്തമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇതിനെ സുസജ്ജമാക്കുവാൻ ഓരോ സഭാ അംഗത്തിനും, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മുതിർന്നവരാകട്ടെ കുട്ടികളാകട്ടെ, നമുക്കെല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റുവാൻ വ്യക്തികളായും സമൂഹമായും നാം തയ്യാറാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അടിവരയിട്ട് പറയുന്നു, കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ അർത്ഥപൂർണമായി തീരും. 4 എളിയ നിർദ്ദേശങ്ങൾ, അപേക്ഷകൾ എന്നെ കേൾക്കുന്നവരുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. 1, ബി പ്രൗഡ് ഓഫ് യുവർ ചർച്ച്. ഈ സഭയെക്കുറിച്ച് അഭിമാനമുള്ളവരായി തീരുക. 2, സഭയോട് വിധേയമുള്ളവരായി തീരുക. 3, pray for this church. ഈ
ഈ സഭയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. ഡു യുവർ ബെസ്റ്റ് ഫോർ ദിസ് ചർച്ച്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതിന്റെ പരമാവധി ഈ സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക. കാതോലിക്ക നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പട്ടിണിയുടെയും പരാധീനതയുടെയും പരിമിതികളെയും നൽകുന്നതാണ് ഈ സഭയെ വളർത്തിക്കൊണ്ടുവന്നത്. ഇതിനെ വളർച്ചയ്ക്ക് വേണ്ടി ജീവനർപ്പിച്ച് യാഗോചരമായി അവർ അധ്വാനിച്ചത്. അവരുടെ ആത്മാവിന്റെ ഒരംശമെങ്കിലും നമ്മുടെ സ്ഥിരങ്ങളിൽ കൂടി ഓടിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് പല തലമുറകൾക്ക് ഈ അനുഭവം തരാതെയും നഷ്ടപ്പെടാതെയും വളർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ തലമുറകളായി നമ്മുടെ ഈ കാതോലിക്കത്തിന്റെ സ്വാതന്ത്ര്യവും അതിലൂടെ ലഭിച്ച എല്ലാ അനുഭവങ്ങളും ഈ രാജ്യത്ത് നിലനിർത്തി ദേശീയതയും മാനവികതയും സദ്ഭാവനയും ക്രൈസ്തവ സാക്ഷ്യത്തിലും മുന്നേറുവാൻ നമുക്കും നമ്മുടെ സമൂഹത്തിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത അഭിനന്ദ യൂലിയോസ് തിരുമേനി, ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നൽകുന്ന മലയാള മനോരമ എഡിറ്റർ ബഹുമാനപ്പെട്ട പോൾ മണൽ സാറ്, ബഹുമാനപ്പെട്ട ജോസഫ് റമ്പാച്ചൻ, സൈമൺ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട സണ്ണി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 1960 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാതോലിക്കേറ്റ് സ്ഥാപനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നതായ സമയം ഈ കാതോലിക്കേറ്റിനെ കുറിച്ചുള്ള വ്യക്തമായ അവബോധം നമുക്കുണ്ടാവണം എന്നുള്ളതായ ഉദ്ദേശ്യത്തിലാണ് ഇതുപോലുള്ള സിമ്പോസിയങ്ങൾ മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിലായി പൊതുവായും ഭദ്രാസന തലങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും 1912 മലങ്കര സഭയിൽ സ്ഥാപിച്ചതായ കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി എന്ന് പറയുമ്പോൾ ഇതേതോ പുതിയൊരു സംവിധാനമാണ് എന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണ പലരുടെയും മനസ്സിലുണ്ടാകും. കാതോലിക്കേറ്റ് എന്നുള്ള വാക്ക് തന്നെ പൊതുവായത് എന്നുള്ളതാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്. കാതോലിക്കോസ് എന്ന് പറഞ്ഞാൽ പൊതുവായ തലവൻ എന്നുള്ള അർത്ഥമാണ്. എല്ലാത്തിൻ്റെയും തലവനായിരിക്കുന്ന ഒരാൾ കാതോലിക്കയാണ്. ആ വാക്കിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് കാതോലിക്കോസിൻ്റെ ഭരണ സീമ എന്ന് പറയുന്നത് സർവ സ്വതന്ത്രമാണ് എന്നാണ്. അതിൻ്റെ മേൽ പിന്നീട് ആർക്കും ഒരധികാരമില്ലാത്തതായ വാക്കാണ് പൊതുവിൻ്റെ തലവൻ എന്നുള്ളതായ കാതോലിക്കോസ് എന്ന് പറയുന്നത്. സർവസ്വതന്ത്രമായ സഭാഭരണ സംവിധാനത്തെയാണ് കാതോലിക്കേറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരർത്ഥത്തിൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാതോലിക്കേറ്റ് എന്ന് പറയുന്നതായ അവസ്ഥ 1960 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് മലങ്കര സഭയുടെ ജന്മാവകാശമാണ്.
സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും തനിമയുടെയും ആവിഷ്കാരമായിരിക്കുന്ന കാതോലിക്കേറ്റ് ഈ സഭയുടെ ജന്മത്തോടുകൂടി ആരംഭിച്ചതാണ്. യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യന്മാർ ഓരോ സ്ഥലത്തും പോയി അവരുടെ പ്രേക്ഷിത പ്രവർത്തനം മുഖാന്തരം സഭകൾ സ്ഥാപിച്ചത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും സ്വതന്ത്ര സഭകളായി ഓരോയിടത്തും നിലനിൽക്കുന്നുണ്ട്. ആ സഭകളുടെ പ്രേക്ഷിത പ്രവർത്തന ഫലമായി വേറെ സഭകളുണ്ടായിട്ടുണ്ട്. അവയെല്ലാം സ്വതന്ത്ര സഭകളായി നിലനിൽക്കുകയാണ്. ഉദാഹരണമാണ് ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭ. ഓർത്തഡോക്സ് സഭയുടെ ഒരു പാരമ്പര്യം അതാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം മുഖാന്തരം ഈസ്റ്റ് റഷ്യയിലും അതിനു തുടർന്ന് മറ്റ് ഭാഗങ്ങളിലുമായിട്ട് സഭകളുണ്ടായി. ഇന്ന് റഷ്യൻ ഓർത്തഡോക്സ് സഭ, അതുപോലെ പോളണ്ട്, ബൾഗേറിയ, റുമേനിയ, സെർബിയ തുടങ്ങിയതായ സ്ഥലങ്ങളിലെ ഓർത്തഡോക്സ് സഭകളെല്ലാം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്താൽ ആരംഭിച്ചതാണ്. എന്നാൽ ഈ പ്രദേശങ്ങളിലെ ഓർത്തഡോക്സ് സഭകളെല്ലാം അവരവരുടെ സ്വന്തം പാത്രികേസുമാരും, അർമീനിയൻ സഭ, അതുപോലെ തിബിലീസിലെ ജോർജിയൻ സഭ, അതിൻ്റെ പൊതുവായ തലവനെ കാതോലിക്കോസ് എന്ന് വിളിക്കുന്നു. ഈ സഭകളെല്ലാം അവയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന പൊതുവിൻ്റെ തലവന്മാർ സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും ആവിഷ്കരിക്കുന്നതായ മുഖ്യ പ്രവർത്തകരാണ്. മാർത്തോമാ ശ്ലീഹ AD 52 ഈ കേരളത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഈ മലങ്കര സഭയിൽ സുറിയാനി ഭാഷയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമുക്ക് പ്രദാനം ചെയ്തു. ഇവിടെ അനേകരെ മാമോദീസ നൽകി ക്രിസ്ത്യാനികളാക്കി. അനേക കുടുംബങ്ങളിൽ നിന്ന് പൗരോഹിത്യ സ്ഥാനികളെ ക്ഷണിച്ച് അവർക്ക് പൗരോഹിത്യം നൽകി. ആളുകളെ മാമോദീസ കൊടുക്കുകയും പൗരോഹിത്യ സ്ഥാനികളെ നിയമിച്ചാക്കുകയും ചെയ്തതോടുകൂടെ സഭയുടെ ജന്മമായി. അത് അന്നു മുതൽ ഇന്നു വരെയും സ്വതന്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും അതിൻ്റെ തനിമയും 1960 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ആ കാതോലിക്കേറ്റ് അന്നു മുതൽ എന്നും നിലനിൽക്കുന്നതാണ്. പൊതുവായ ഭരണ നേതാക്കന്മാർ മലങ്കര സഭയ്ക്ക് അന്നു മുതൽ ഇന്നു വരെയും ഉണ്ട്. 1912 നടന്നത് ആ സ്വാതന്ത്ര്യത്തിൻ്റെയും തനിമയുടെയും ഔദ്യോഗികമായ പ്രഖ്യാപനം നടന്നു എന്ന് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. മലങ്കര സഭ ഈ ഭാരത മണ്ണിൽ ജനിച്ചു വളർന്നത് വളരെ സാഹോദര്യത്തിലാണ്. ഈ സഭ ജനിച്ചു വളർന്ന ഈ നാട്ടിലുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളും മറ്റ് നാനാജാതി മതവിശ്വാസികളും മലങ്കര സഭയോട് എന്നും സഹോദര നിർവിശേഷമായിരിക്കുന്ന ഒരു ബന്ധമാണ് പുലർത്തിയിട്ടുള്ളത്. ഈ സഭ ഇവിടെ നിലനിൽക്കുന്നതിനും ഈ സഭയുടെ ആരാധനാ കേന്ദ്രങ്ങൾ നടത്തുന്നതിനും അതിൻ്റെ തനിമയിലെ സ്വാതന്ത്ര്യത്തിലെ വിശ്വാസത്തിലെ ആചാരത്തിലെ അനുഷ്ഠാനത്തിലെല്ലാം സ്വത്വമായ രീതിയിൽ അവലംബിക്കുന്നതിന് ഈ നാട്ടിലുള്ള ഒരു മതങ്ങളും എതിർത്തിട്ടില്ല. നേരെ മറിച്ച് സഹകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിന്നും തുടരുകയാണ്.
മലങ്കര സഭയിൽ എവിടെങ്കിലും ഒരു പള്ളി പണിയാൻ ആരംഭിച്ചാൽ ഇന്നും അതിന് ചുറ്റുമുള്ളതായ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിങ്ങളുമൊക്കെ ആ പള്ളി പണിയുന്നതിന് ആത്മാർത്ഥമായി സഹകരിക്കുന്നു എന്ന് മാത്രമല്ല, പണം സംബന്ധമായിട്ടും സഹകരിക്കുന്നതെന്ന് നമുക്ക് കാണാം. കാരണം ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം, ദൈവ അന്വേഷണമെന്ന് പറയുന്നത് ഒരു ദൈവ ചൈതന്യമാണെന്ന് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് ദൈവ സാന്നിധ്യബോധം മനുഷ്യനുണ്ടാക്കുന്നതിന് അമ്പലങ്ങളായാലും മോസ്കുകളായാലും ക്രിസ്തീയ ആരാധന സ്ഥലങ്ങളായാലും ഉണ്ടാകുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ സംസ്കാര വളർച്ചയ്ക്ക് ആവശ്യമാണെന്നുള്ള ബോധ്യം, അത് ആർഷവ സംസ്കാരത്തിൻ്റെ വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതങ്ങളും കൈകോർത്ത് ജീവിക്കുവാൻ ഇവിടെ സാധിക്കുന്നത്. പലപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലുമുള്ളവർക്ക് വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ സംഹിതകളും പുലർത്തുന്നതായ മതങ്ങൾ കൈകോർത്ത് ജീവിച്ചിരിക്കുന്നതായ മഹത സഹിഷ്ണുതയുടെ ഒരു നാട് എന്ന് ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം പ്രത്യേകമായി അവർ മൂക്കത്ത് വിരൽ വെച്ച് അതിശയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വലിയൊരു ഭാഗ്യമാണ് ഭാരത ജനതയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരേ ഗ്രാമത്തിൽ തന്നെ തൊട്ടടുത്ത് എല്ലാ ആരാധനാലയങ്ങളും നിൽക്കുവാനും അവയെല്ലാം പരസ്പര സഹകരണത്തോടെ വളരുവാനും കഴിയുന്നു എന്നുള്ളത് മനുഷ്യൻ ദൈവാന്വേഷിയായി പോകുന്നതിൽ നടക്കുന്നതിൽ അവന് ലഭിക്കുന്നതായ ഓരോ വെളിച്ചവും വെളിപാടുകളും അവന് മാത്രമല്ല സമൂഹത്തിന് സംസ്കാരത്തിന് മുഴുവനായി നൽകുന്ന സമ്മാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലുള്ള ക്രൈസ്തവരോ ഭാരതത്തിലെ ക്രൈസ്തവ മറ്റ് മതങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ളതായ അക്രമങ്ങളോ മറ്റേതെങ്കിലും ഒരു മതത്തിന് ഇവിടെ നിൽക്കുവാനോ വളരുവാനോ ഉള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കാനോ തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് എല്ലാ തരത്തിലും വളരുവാനുള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളവും കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനത്തോടുകൂടി അഥവാ 1912 അതുവരെ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഒരു പരിഹാരമായിട്ട് മലങ്കര സഭയിൽ കാതോലിക്കേറ്റിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായത് മുതൽ സഭയ്ക്ക് വളരെ വലിയതായിരിക്കുന്ന പുരോഗതിയാണ് ഉണ്ടായത്. അധ്യക്ഷ പ്രസംഗത്തിൽ അഭിമന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ അന്നു മുതൽ ഇന്നുവരെ പ്രത്യേകമായും മലങ്കര സഭയെ ഭാരതത്തിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ആ എല്ലാ രംഗങ്ങളിലും സാമൂഹ്യ പരിഷ്കാരത്തിനാവശ്യമായ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സംഭാവനകളും നൽകിയിട്ടുണ്ട്. പത്രോസ് ഒസ്താദ്യോസ് തിരുമേനിയുടെയും പരിമല തിരുമേനിയുടെയും ഒക്കെ സാമൂഹ്യ പരിഷ്കാരങ്ങൾ ഈ സമൂഹം അംഗീകരിക്കുകയും അവർക്ക് പ്രത്യേകമായി മറ്റു മതങ്ങളുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ സഭ ഈ ലോകത്ത് സാമൂഹ്യ പരിഷ്കരണത്തിൽ ചെയ്തിട്ടുള്ളതായ സംഭാവനകളുടെ വലിയതായിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ സഭയ്ക്ക് തനതായിരിക്കുന്ന വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലങ്കര സഭയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് 1934 അതുണ്ടാക്കിയ ഭരണഘടനയെന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയ്ക്ക് സഭയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു ഭരണഘടന ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. മലങ്കര സഭയ്ക്ക് മാത്രമുള്ളതാണ്. ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യത്തിൽ അൽമായക്കാരുടെയും വൈദികരുടെയും ഒരുമിച്ച് ചേർന്നുള്ള ഭരണ സംവിധാനങ്ങളിൽ അതെങ്ങനെ ആയിരിക്കണമെന്നും ആത്മീയവും ലൗകികവുമായ ഭരണ കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ളതായ
ഒരു ബന്ധമുണ്ടായിരിക്കണമെന്നും ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം ഭംഗിയായി ക്രമീകരിച്ച് നമ്മുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് മലങ്കര സഭയുടെ ഭരണഘടന. മറ്റ് പല ഭരണഘടനകളും ബലഹീനനായി ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, മറ്റ് പല സഭകളുടെയും. ഒന്നുകിൽ അതിലൊക്കെ വൈദിക ഭരണ സംവിധാനത്തിലുള്ളതായ മുൻതൂക്കമായിരിക്കും, മറ്റു ചിലതിൽ അൽമായ ഭരണ സംവിധാനത്തിലുള്ള അൽമായ പ്രവർത്തനത്തിൻ്റെ മുൻതൂക്കമായിരിക്കും. എന്നാൽ ഇത് ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ളതായ ഒരു ഭരണഘടന മലങ്കര സഭയ്ക്കുള്ളതുപോലെ ഇന്ന് ലോകത്തിൽ ഉള്ള ഒരു ഓർത്തഡോക്സ് സഭയ്ക്കും ഇല്ല എന്നുള്ളത് മലങ്കര സഭയ്ക്കുടെ പിതാക്കന്മാർ ഈ കാതോലിക്കേറ്റിൻ്റെ ഭംഗിയായി ആവിഷ്കാരം ചെയ്തതിൻ്റെ ഒരു വലിയതായ ഉദാഹരണമാണ് എന്ന് ഞാൻ പറയുക. കാരണം ആ ഭരണഘടനയിൽ നമ്മുടെ ആത്മീയമായ കാര്യങ്ങളിൽ ഏറ്റവും അധികമായി ചുമതലപ്പെടുവാനും ആത്മീയ കാര്യങ്ങളിൽ അവസാന വാക്ക് പറയുവാനും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്നകദോസ് ഉള്ളപ്പോൾ, അതേസമയത്ത് ഭരണകാര്യങ്ങളിൽ അതിന് നല്ലതായിരിക്കുന്ന നേതൃത്വം കൊടുക്കുവാൻ ഒരൽമായ നേതൃത്വമുണ്ട് എന്നുള്ളത് ഈ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. സുറിയാനി ക്രിസ്ത്യൻ, ഞാനൊരു ഉദാഹരണം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. മലങ്കര സഭയ്ക്ക് ഭരണത്തിന് 3 ട്രസ്റ്റിമാരുണ്ട്. ഈ 3 ട്രസ്റ്റിമാരെ തിരഞ്ഞെടുക്കേണ്ടത് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാണ്. സഭയുടെ മെത്രാച്ചന്മാരും വൈദികരും അൽമായക്കാരും ഒരുമിച്ച് ചേരുന്നതായ ആ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാനോ അത് മാറ്റുവാനോ ആർക്കും അധികാരമില്ല. അതേസമയത്ത് ആത്മീയമായ കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിന് അന്തിമമായ തീരുമാനം ഉണ്ടാകുന്നത് മലങ്കര സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നോദോസിൻ്റെ അംഗീകരണത്തോടുകൂടിയാണ്. അത് അസോസിയേഷൻ തിരഞ്ഞെടുത്താലും. അപ്പോൾ ഇത് ട്രസ്റ്റിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ വ്യത്യസ്തമായിരിക്കുന്നത് അവസാന വാക്ക് അസോസിയേഷൻ്റേതാകുമ്പോൾ മറ്റത് സുന്നോദോസിൻ്റേതാകും. ഇത് ഒരുമിച്ച് ചേരുന്നതായ ഒരു വലിയ ഭരണ സംവിധാനമാണ് മലങ്കര സഭയ്ക്കുള്ളത് എന്നുള്ള ഒരു ഉദാഹരണത്തോടു കൂടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ളതായ ക്രമീകരണങ്ങൾ നടത്തുവാൻ മലങ്കര സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്, അത് വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മലങ്കര സഭയുടെ കാനോനാകൾ. മലങ്കര സഭയുടെ ആത്മീയവും ലൗകികവുമായ ഭരണഘടനയ്ക്ക് അംഗീകരിച്ചില്ല കൂതായ കാനോൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എങ്കിലും അതിന് കാലികമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കൊടുക്കുവാനും പുതിയ പുതിയ സാഹചര്യങ്ങൾ ലോകത്തിലുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ നൽകുവാനും വ്യാഖ്യാനം കൊടുക്കുവാനും മലങ്കര സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നോദോസ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുന്നോദോസിൻ്റെ ഓരോ വർഷത്തെയും അതിൻ്റെ നടപടി ചട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും ഓരോ സമയത്തും അതാത് കാലത്തുണ്ടാകുന്നതായ ആത്മീയവും ലൗകികവുമായിരിക്കുന്ന ഭീഷണികളെയും വെല്ലുവിളികളെയും സാഹചര്യങ്ങളെയും നേരിടുന്നത് എങ്ങനെയാണ് ക്രിയാത്മകമായി എന്നുള്ളത് പഴയ ഹൂദായ കാനനിൽ ഉറച്ചു നിന്നുകൊണ്ട് അതേസമയത്തിന് കാലികമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് അതിനെ മലങ്കര സഭയ്ക്ക് പ്രദാനം ചെയ്യുവാൻ സുന്നകദോസിൻ്റെ തീരുമാനങ്ങൾ ആയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ സമയത്തും മലങ്കര സഭയിൽ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. മലങ്കര സഭയുടെ പ്രാർത്ഥനാ പുസ്തകം ഏറ്റവും വലുതാണ്. അത് പാമ്പാക്കട നമസ്കാര പുസ്തകം നമ്മൾ പറയും, വലിയ നമസ്കാര പുസ്തകം. ഈ വലിയ നമസ്കാര പുസ്തകത്തിൽ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരു ഭാഗത്ത് പറയുന്നത് സഭയ്ക്ക് അതാത് കാലത്ത് അതിന് കാലികമായിരിക്കുന്ന ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ളതായ ബുദ്ധിയും ശക്തിയും ജ്ഞാനവും സഭയുടെ അംഗങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയുടെ അതുപോലെ തന്നെ എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഓർക്കുന്നുണ്ട് സഭയുടെ വിശ്വാസവും താല്പര്യവും ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സമയത്തും സഭയുടെ പ്രാർത്ഥനയും സഭയുടെ പ്രവർത്തനവും എല്ലാം ഈ സഭയുടെ ഭാവിയെ കണ്ടുകൊണ്ടതാണ്. എന്നാൽ അതുകൊണ്ട് നാം തൃപ്തരായിരിക്കുവാൻ സാധ്യമല്ല. അഭിമന്യ തിരുമേനെ ഓർമ്മിപ്പിച്ചതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ രംഗത്തുമെല്ലാം നമ്മുടേതായ സംഭാവനകൾ, നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടെ രീതിയിൽ നിർവഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മലങ്കര സഭയ്ക്ക് മാത്രം അവകാശപ്പെടുവാനുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ കേരളത്തിൽ വിദേശത്ത് നിന്നുള്ള ആരുടെയും യാതൊരു തരത്തിലുള്ള സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങളും ഇല്ലാതെ മുന്നേറുന്ന ഏക സഭ ഈ ഭാരതത്തിൽ, കേരളത്തിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ സഭയ്ക്ക് അംഗങ്ങൾക്ക് അഭിമാനമുണ്ടാകണം. ഈ സഭയിൽ ഓരോ വ്യക്തിയും ചെറിയതായ ജോലി ചെയ്യുന്നവരായും കൂലിപ്പണിക്കാരായിരുന്നാലും മുതലാളിമാരായിരുന്നാലും എല്ലാവരും അവരവരുടേതായിരിക്കുന്ന കഴിവനുസരിച്ച് അവർക്ക് ലഭിക്കുന്നതായ തുക മുഴുവൻ മലങ്കര സഭയ്ക്ക് നൽകിക്കൊണ്ട് മാത്രം വളരുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് അതിനെന്നും അഭിമാനിക്കാം. അതിൻ്റെ ഏത് വളർച്ചയാണെങ്കിലും അതിൻ്റെ സ്വന്തമായിരിക്കുന്ന മക്കളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സഭയ്ക്ക് വളർച്ചയ്ക്ക് ഒരു പക്ഷെങ്കിൽ വിദേശ ഡോളറുകളുടെ വരവ് കൊണ്ടുണ്ടാകുന്നതായ രീതിയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്ത് നിർവഹിക്കുന്നു, ആ നിർവഹിക്കുന്നത് പൊന്നാണ്. അത് അതിൻ്റെ പരിപൂർണമായ 100% കറതീർന്നതായ വിയർപ്പിൻ്റെ പണമാണെന്നുള്ളതിൽ മലങ്കര സഭയ്ക്കെന്നും അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്നാൽ ഇനിയും നമുക്ക് പ്രവർത്തിക്കാൻ വളരെയധികമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, ആതുര വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒക്കെ അനേകം പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന വയലുകൾ നമുക്കുണ്ട്. ആളുകൾ ചുരുക്കമാണെന്ന് മാത്രം. ഈ ആളുകളെ അതിലേക്ക് ഉണ്ടാകണം. ഈ മലങ്കര സഭയിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീരണമെങ്കിൽ ശരിയായ ദിശാബോധവും വിദ്യാഭ്യാസവും സംസ്കാരവും ജനങ്ങളിൽ വളരുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമുക്ക് ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. മുന്നോട്ട് നോക്കി ജീവിക്കുന്ന ഒരു സഭയാണ്. അത് ഭാരതത്തിൻ്റെ മണ്ണിൽ, ആ ഭാരതത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള സഭയായിട്ട് അത് വളരണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യത്നിക്കുന്ന അതിൻ്റെ ആരാധനാ സംവിധാനങ്ങളിലും ഭരണ സംവിധാനങ്ങളിലും തനതായ ഭാരതീയമായ മാർഗത്തിൽ കൂടെ പോകുവാൻ തക്കവണ്ണം മുന്നോട്ട് ചിന്തിക്കുന്ന ഇടയന്മാർ സഭയിലുണ്ടാവണം. അങ്ങനെ സഭയ്ക്ക് അതിൻ്റേതായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിലും തനിമയിലും കാതോലിക്കേറ്റ് വിഭാവന ചെയ്യുന്നതായ ആ ഭാവിയിലും വളരുവാനുള്ളതായ ഭാഗ്യം സഭയ്ക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശതാബ്ദി സമ്മേളനം സിംപോസിയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ ശ്രേഷ്ഠമായ വാക്കുകൾക്ക്, സഭയുടെ എത്ര ഉറപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി, സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ബഹുമാനായ പോൾ മണൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മലയാള മനോരമയുടെ എഡിറ്റർ രംഗത്ത് പ്രവർത്തിക്കുന്ന ബഹുമാനായ പോൾ മണൽ സാറ് ഏറ്റവും ശ്രേഷ്ഠനാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനും കാര്യങ്ങൾ അറിയിക്കുവാനും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയിക്കുന്നു. സാറിന് എല്ലാവിധമായ നന്മകളും പരിശുദ്ധ പരിമളത്തിന്മയുടെ പ്രാർത്ഥനയും കോട്ടയായി പ്രബോധനം നൽകുവാൻ ഇടയാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ മാത്യൂസ് മാസേവരിയസ് മെത്രാപ്പോലീത്ത, ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന അഭിമന്യ യൂലിയോസ് തിരുമേനി, അഭിമന്യ റമ്പാച്ചന്മാരെ, ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദിയും ആഘോഷിക്കുന്ന ഈ സമയത്ത് കാതോലിക്കേറ്റിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി എന്ന് പറയുമ്പോൾ മലങ്കര സഭയുടെ ചരിത്രം അത് കേവലം 100 വർഷത്തെ ചരിത്രമാണെന്നോ സംസ്കാരമാണെന്നോ അതിന് അർത്ഥമില്ല. ഈ ശതാബ്ദിയോടൊപ്പം നമ്മൾ മലങ്കര സഭയുടെ 1960 ആണ്ട് വാർഷികം കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. AD 52 സെൻറ്റ് തോമസ് ഭാരതത്തിലെ മണ്ണിൽ കാലുകുത്തി ഇവിടെ സഭ സ്ഥാപിച്ചു. അത് ശ്ലൈഹികമായ പാരമ്പര്യം സമാരംഭിച്ചു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ 1960 വാർഷികവും ഇതോടൊപ്പം നമ്മൾ ആഘോഷിക്കുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 2000 വർഷത്തെ പാരമ്പര്യവും
സംസ്കാരവും തനിമയുമുള്ള ഒരു സഭയുടെ സമകാല ആഘോഷമാണ് ഈ കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാതോലിക്കേറ്റ് എന്നത് മലങ്കര സഭയുടെ തനിമയുടെ ഒരു സ്വരൂപമാണ് എന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. തനിമയുടെ സ്വരൂപം എന്ന് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരു തദ്ദേശീയ സഭയുടെ ഒരു സംസ്കൃതിയുടെ സൂചനയായിട്ടാണ് ഞാൻ ഈ തനിമയുടെ സ്വരൂപം എന്ന് ഞാൻ കാതോലിക്കേറ്റിനെ വിശേഷിപ്പിക്കുന്നത്. കൂനൻകുരിശ് സത്യത്തിന് ശേഷം മലങ്കര സഭയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു സംഭവമാണ് കാതോലിക്കേറ്റ് എന്നുള്ളത്. കാതോലിക്കേറ്റ് എന്നുള്ളത് ഒരു സ്ഥാപനമാണോ? കാതോലിക്കേറ്റ് എന്നുള്ളത് ഒരു പുനഃസ്ഥാപനമാണോ? കാതോലിക്കേറ്റ് എന്നുള്ളത് ഒരു ആവിഷ്കാരമാണോ എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനകളും ചിന്തകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പരുമലയുടെ പ്രാന്തപ്രദേശത്തൂടെ ഒഴുകുന്ന പമ്പാ നദി, അത് പമ്പാ നദി പരുമലയിലെത്തുമ്പോൾ അത് ആവിഷ്കാരമാണോ? അതൊരു സ്ഥാപനമാണോ? അത് ഒരു പുനഃസ്ഥാപനമാണോ എന്ന് ആലോചിക്കുന്നത് പോലെയാണ് കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി ഒരു സ്ഥാപനമാണോ, ഒരു പുനഃസ്ഥാപനമാണോ, ഒരു ആവിഷ്കാരമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പമ്പാ നദിയുടെ മാത്രമല്ല, ഭാരതത്തിലെ പുണ്യനദികൾ എല്ലാ നദികളുടെയും ഒഴുക്കിൻ്റെ ഒരു സംസ്കൃതിയുണ്ട്. ഒഴുക്കിൻ്റെ സംസ്കൃതി എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ നദിക്കും ഒരു പൊരുളുണ്ട്. നദി അനന്തമായി ഒഴുകുന്ന ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ അതിൻ്റെ തനിമയുടെ സ്വരൂപങ്ങൾ കാലാകാലങ്ങളിൽ അത് ഓരോ ദേശങ്ങളിലും ഓരോ സംസ്കൃതിയിലും അത് ആവിഷ്കരിക്കപ്പെടുകയാണ്. കാതോലിക്കേറ്റ് എന്നുള്ളത് തദ്ദേശീയമായ തനിമയുടെ ഒരു ആവിഷ്കാരമാണ് എന്ന് ഞാൻ പറയുന്നത്, തനിമയുടെ സ്വരൂപമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് നമ്മുടെ സംസ്കൃതിയുടെ ഒരു ഭാഗമായി വളർന്നു വന്നതാണ്. കൂനൻകുരിശിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ, കാതോലിക്കേറ്റ് എന്നുള്ളത് ഒരു സഭാചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തദ്ദേശീയ സഭയുടെ സംസ്കാരത്തിന് നേരെ ഉള്ള ആദ്യത്തെ ഒരു പോരാട്ടം നടന്നത് ഈ പറയുന്ന ഉദയംബരു സുന്നതോസിൻ്റെ കാലത്താണ്. മലങ്കര സഭയിൽ ലത്തീൻവൽക്കരണം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മലങ്കര സഭ അരനൂറ്റാണ്ട് റോമാനുഗത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു വിമോചനമായിരുന്നു കൂനൻകുരിശ് പ്രഖ്യാപനം. നമ്മുടെ തനിമയുടെ ആരവമായിരുന്നു ഈ കൂനൻകുരിശ് പ്രഖ്യാപനം. അതിനുശേഷം മലങ്കര സഭയുടെ തനിമയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് 1912 കാതോലിക്കേറ്റിനെ നമ്മൾ കാണേണ്ടത്. ഇത് രണ്ടും സഭാചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ് എന്ന് ഞാൻ പറയുമ്പോൾ സഭാചരിത്രത്തിലെ നിർണായകമായ സ്വരൂപങ്ങളെ നമുക്ക് വിസ്മരിക്കുവാൻ സാധ്യമല്ല. നിർണായകമായ സ്വരൂപങ്ങളെന്ന് ഞാൻ പറയുന്നത് മലങ്കര സഭ മറ്റ് ലോകത്തിലെ മറ്റ് റോമിലും അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും സഭകൾ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ തദ്ദേശീയമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് ഈ പറയുന്ന മലങ്കര സുറിയാനി സഭ എന്നുള്ളത്. കേരളത്തിലെ ക്രൈസ്തവ ജനങ്ങൾ ഇത് ഒരു തദ്ദേശീയമായി വളർന്ന് രൂപാന്തരപ്പെട്ട ഒരു സമൂഹമാണ്. തദ്ദേശീയമായി വളർന്ന് രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തനിമയുടെ ചില സ്വരൂപങ്ങൾ നമുക്കുണ്ട്. ആ തനിമയുടെ സ്വരൂപത്തിൽ കാതോലിക്കേറ്റിൻ്റെ ആവിഷ്കാരത്തോടു കൂടി അതിന് ഒരു വഴിത്തിരിവുണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ നമുക്ക് അതിനു മുമ്പുള്ള
ചരിത്രത്തെ നമ്മൾ വിസ്മരിക്കുവാൻ സാധ്യമല്ല. 912 എന്തുകൊണ്ടാണ് കാതോലിക്കന്റെ സ്ഥാപനം എന്തുകൊണ്ടാണ് നിർണായകമായി തീരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം നമ്മൾ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു കാതോലിക്കറ്റ് എന്നുള്ളത്. സഭയുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് സഭയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കാലാകാലങ്ങളിൽ ലത്തീൻകാരുടെ ആധിപത്യത്തിന് ശേഷം അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് ശേഷം നവീകരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സഭ വളരെയധികം അതിന് നിർണായകമായ പ്രവർത്തനങ്ങൾ പോരാടേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന അന്ത്യോക്യൻ വൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏർപ്പെടേണ്ടി വന്നത്. അതിൻ്റെ ആ പോരാട്ടത്തിൻ്റെ പരിസമാപ്തിയും അതിൻ്റെ പോരാട്ടത്തിൻ്റെ വിജയ സൂചനയുമായിരുന്നു കാതോലിക്കറ്റ് എന്നുള്ളത്. മലങ്കര സഭയിലെ മെത്രാന്മാർ ഒന്നിച്ചു നിൽക്കരുതെന്നും അവരെ ശിഥിലപ്പെടുത്തണമെന്നും അവരെ അന്ത്യോക്യയുടെ ആധിപത്യത്തിന് കീഴിൽ നിലനിർത്തണമെന്നുള്ള അന്ത്യോക്യൻ നയത്തിന് ഒരു തിരിച്ചടി എന്ന നിലയിലാണ് കാതോലിക്കറ്റ് ഇവിടെ സംസ്ഥാപിതമായത്. ഇവിടെ കാതോലിക്കറ്റ് സംസ്ഥാപിതമാകുക എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഒരു പുതിയ സൃഷ്ടിയല്ല. കാതോലിക്കറ്റ് എന്ന് പറയുന്നത് 912 കാതോലിക്കറ്റ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത് ചരിത്രപരമായ ഒരാവശ്യമായിരുന്നു. അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമ്മുടെ രാജ്യം ഇവിടെ നിലനിൽക്കുന്നില്ലായിരുന്നു എന്ന് അതിന് സൂചനയില്ല. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സംസ്കൃതിയും ജനസംസ്കാരവുമായിരുന്നു ഭാരതം എന്ന ജനതയെ അതിൻ്റെ എല്ലാ തലത്തിലും ഏകോപിപ്പിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുള്ളത്. ആ സംസ്കൃതിയെ അത് കാലാകാലങ്ങളിൽ വിദേശ സംസ്കാരങ്ങളും വിദേശ ആധിപത്യങ്ങളും നമ്മുടെ ആ സംസ്കൃതിക്ക് കൂച്ചുവിലങ്ങ് ഇടുവാൻ വന്നിട്ടുണ്ടെങ്കിലും അത് 947 അത് ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു വഴിത്തിരിവാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കാതോലിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നൂറ്റാണ്ടുകളായി സ്വതന്ത്ര ജനതയായി ജീവിച്ചു വന്നിരുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവർ. മലങ്കര സുറിയാനി സമൂഹം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി സ്വാതന്ത്ര്യത്തിലും അതിൻ്റെ തനിമയിലും അതിൻ്റെ ആർജവത്തിലും ജീവിച്ചു വന്ന ഒരു ജനതയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ആർജവത്തിന് എപ്പോഴാണ് ഒരു കോട്ടം തട്ടിയത്? എപ്പോഴാണ്? AD 1-ാം നൂറ്റാണ്ടിൽ AD 1-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്ന ഒരു സഭയാണ് മലങ്കര സുറിയാനി സഭ എന്നുള്ളതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. 1-ാം നൂറ്റാണ്ട് മുതലുള്ള സംസ്കാരം എന്ന് പറയുന്നത് അത് ഈ തദ്ദേശീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. തദ്ദേശീയ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവർ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ ആരാധന നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു, അവർ എങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസത്തെ സ്വരൂപിച്ചത് എങ്ങനെയായിരുന്നു, അവർ എങ്ങനെയായിരുന്നു വേദപുസ്തകത്തെ സമീപിച്ചിരുന്നത് എങ്ങനെയായിരുന്നു, അവരുടെ ആധ്യാത്മികമായ ആവശ്യങ്ങൾ എങ്ങനെയായിരുന്നു നിറവേറ്റപ്പെട്ടിരുന്നത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇവിടെ അന്ത്യോക്യൻ കാലഘട്ടം എത്തിച്ചേരുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു ഈ പറയുന്ന ആധ്യാത്മികമായ സംസ്കൃതിയിൽ എങ്ങനെയായിരുന്നു അവർ ഏർപ്പെട്ടിരുന്നത്? മലങ്കര സഭയ്ക്ക് കേരളത്തിലെ തദ്ദേശ സഭയ്ക്ക് നൂറ്റാണ്ടുകളായി ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമായിരുന്നു. തങ്ങളുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിനും തങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുന്നതിനും അവരുടെ നേതൃത്വത്തിൽ മുൻപോട്ട് പോകുന്നതിനും സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ സുറിയാനി സമൂഹം എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു അവർ ഒരു സമൂഹമായി എങ്ങനെയാണ് അവർ ജീവിച്ചത്? മാർത്തോമായുടെ മാർഗവും വഴിപാടും എന്നുള്ള ഒരു ആശയമാണ് അവരെ നയിച്ചിരുന്നത്. മാർത്തോമ സംസ്കൃതി എന്ന് പറയുന്നതാണ്. ഉദയംപേരൂർ സുന്നോസിന്റെ കാനാനകളിൽ പറയുന്നത് മലങ്കരയിലെ നസ്രാണികളെ അവർ വിളിക്കുന്നത് ഇണങ്ങർ എന്നാണ്, ഇണക്കമുള്ള ജനത എന്നതാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇണക്കമുള്ള സമൂഹമായി എങ്ങനെയാണ് അവർ വളർന്നു വന്നത്? എങ്ങനെയാണ്? ഒരേ മനസ്സും ഒരേ ചിന്തയും ഒരേ കാഴ്ചപ്പാടും ഉള്ള സമൂഹമായി എങ്ങനെയാണ് അവർ ജീവിച്ചു വന്നത്? എങ്ങനെയാണ്?
അതാണ് മാർത്തോമായുടെ മാർഗം എന്ന് പറയുന്നത്. മാർത്തോമായുടെ മാർഗം എന്ന് പറയുന്നത് തദ്ദേശീയമായ ഒരു സംസ്കൃതിയുടെ ഒരു പ്രതീകമാണ്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് സഭ യെരുശലേമിൽ സഭ സ്ഥാപിക്കപ്പെടുന്നതിന് ശേഷമാണ്. ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോയി. ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോവുകയും അവർ ഓരോ സംസ്കൃതിയിലും അവർ ആചാര്യ അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ സഭയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അവർ പ്രാദേശികമായ രീതിയിൽ അവർ കൈവപ്പ് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൈവപ്പ് എന്ന് പറയുന്നത് സഭയിൽ ആദിമ സഭയിൽ പഴയ നിയമത്തിൽ തന്നെ ഉള്ള ഒരു വാക്കാണ് മൂപ്പൻ സ്ഥാനം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് സംക്രമിച്ച ഒരു പ്രയോഗമാണ് മൂപ്പൻ എന്നുള്ളത്. മൂപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ആദിമ സഭയുടെ ഒരു ആചാര്യസ്ഥാനിയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് മൂപ്പൻ എന്ന് പറയുന്നത്. സെൻറ് തോമസ് കേരളത്തിൽ വന്ന് സഭ സ്ഥാപിച്ച് തൻ്റെ ഈ പറയുന്ന ഈ മലങ്കര നസ്രാണിയെ നയിക്കുന്നതിനും അവർക്ക് അനുഷ്ഠാനപരമായ ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇവിടെ കൈവപ്പ് കൊടുത്തു. അല്ലെങ്കിൽ ശുശ്രൂഷ അവർക്ക് ഈ പറയുന്ന പട്ടാഭിഷേകം നടത്തി എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആർക്കാണ് കൊടുത്തത്? മൂപ്പന്മാർക്കാണ് ഇത് കൊടുത്തത്. മൂപ്പന്മാർ എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശീയതയുടെ ഒരു പ്രതീകമാണ്. മലങ്കര നസ്രാണികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മലങ്കര നസ്രാണികളെ ആദിമസഭയിൽ നയിച്ചിരുന്നത് മൂപ്പന്മാരാണ്. മൂപ്പന്മാർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രാദേശികമായ സംസ്കൃതിയുടെ അല്ലെങ്കിൽ തദ്ദേശീയമായ സംസ്കൃതിയുടെ ഒരു വളർച്ചയുടെ പ്രതീകമാണ് മൂപ്പന്മാർ എന്ന് പറയുന്നത്. മലങ്കര നസ്രാണികളെ ആദിമസഭയിൽ നയിച്ചിരുന്നത് മൂപ്പന്മാരാണ്. മൂപ്പന്മാരുടെ ചരിത്രം ഏകദേശം ഒരു 3-ാം നൂറ്റാണ്ട് വരെ 4-ാം നൂറ്റാണ്ട് വരെ മൂപ്പന്മാരുടെ ചരിത്രമാണ്. അവ്യക്തമായ ഒരു ചരിത്രമാണെങ്കിലും ഇവിടുത്തെ പ്രാദേശികമായ ജനസമൂഹങ്ങൾ അവർ അന്ന് മലയാള ഭാഷ 3-ാം നൂറ്റാണ്ടിൽ 4-ാം നൂറ്റാണ്ടിൽ മലയാള ഭാഷ രൂപം കൊണ്ടിട്ടില്ല. മലയാള ഭാഷ രൂപം കൊള്ളാതിരുന്നൊരു കാലത്ത് എങ്ങനെയാണ് ആരാധന നടത്തുക? പൗരസ്ത്യ സുറിയാനി ബന്ധത്തിൻ്റെ കഥ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ നസ്രാണികൾക്ക് പ്രാചീന കാലം മുതൽ പൗരസ്ത്യ സഭയുമായി നമുക്ക് ബന്ധമുണ്ടായിരുന്നു, ആധ്യാത്മിക ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഈ പറയുന്ന വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വാണിജ്യപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടായിരുന്നു. പൗരസ്ത്യ സുറിയാനി എങ്ങനെയാണ് നമ്മുടെ ആരാധന ഭാഷയായി മാറിയത്? എങ്ങനെയാണ് കേരളത്തിൽ മലയാള ഭാഷ രൂപം കൊള്ളുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു വിദേശ ഭാഷ എങ്ങനെയാണ് അവരുടെ ആരാധനയുടെ ഭാഷയായി മാറിയത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. ലോകത്തെ ഒരു സ്ഥലത്തും അങ്ങനെയില്ല. സ്വന്തം ഭാഷ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് സംസർഗം ചെയ്യുന്നതിന് ഒരു മറ്റൊരു ഭാഷയിൽ സംസർഗം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം മറ്റൊരു രാജ്യത്തും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ വളരെ ഞാൻ പറഞ്ഞു വന്നത് അത്രയ്ക്കും ശക്തമായ അടിത്തറയുള്ള ഒരു സംസ്കൃതിയായിരുന്നു മലങ്കരയിൽ ഉണ്ടായിരുന്നത്. ആരാധിക്കാൻ വേണ്ടി എവിടെയാണ് ആരാധന ശക്തമായിരിക്കുന്നത് ആ ശക്തമായിരിക്കുന്ന സംസ്കൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ഒരു ഭാഷയാണ് സുറിയാനി എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടാൻ തുടങ്ങിയത്. അല്ലാതെ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ജനസമൂഹമല്ല നമ്മൾ. നമ്മുടെ ആരാധന സുറിയാനി ഭാഷയിലായിരുന്നതുകൊണ്ട്, പൗരസ്ത്യ സുറിയാനി ഭാഷയിലായിരുന്നതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നസ്രാണികളെ സുറിയാനി ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു. അങ്ങനെ സ്വന്തമായ ഒരു ആരാധനാ ഭാഷയോടുകൂടി വളർന്നു വന്ന ഒരു സമൂഹമാണ്. AD 3-4 നൂറ്റാണ്ട് മുതൽ 17 നൂറ്റാണ്ട് വരെ മലങ്കര സഭയെ നയിച്ചിരുന്നത് ആരാണ്? പിന്നീട് മലങ്കര സഭയെ നയിച്ചിരുന്നത് ഇവിടെ ഈ പറയുന്ന ജാതിക്യ കർത്തവ്യന്മാരാണ്.
മാർത്തോമായുടെ മാർഗം എന്ന് പറയുന്നത് ശ്ലൈഹികമായ പാരമ്പര്യത്തിൽ വളർന്നു വന്ന സമൂഹം മാർത്തോമായുടെ മാർഗത്തിലും മാർക്കത്തോമായുടെ വഴിപാടിലും വളർന്നു വന്ന ഒരു സമൂഹം ഒരു ജാതിയായി ജീവിച്ചു എന്നാണ് കേരള ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു ജാതിയായി വളർന്നു വരിക. ഒരു സമൂഹം ഒരു ജാതിയായി മാറുന്നത് അത് അതിൻ്റെ ഭാഷ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ സംസ്കൃതി കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ആചാരം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ വിശ്വാസം കൊണ്ടുകൂടിയാണ്. മാർത്തോമാ പൈതൃകത്തിൽ വളർന്നു വന്ന ഒരു ക്രിസ്തീയ വിശ്വാസമുണ്ടല്ലോ. ആ ക്രിസ്തീയ വിശ്വാസത്തെ അചഞ്ചലമായി മുന്നോട്ട് നയിച്ചത് ഇവിടുത്തെ ജാതിക്ക് കർത്തവ്യന്മാരാണ്. 17-ാം നൂറ്റാണ്ട് വരെ മലങ്കര സഭയിൽ നമുക്ക് കാണാൻ കഴിയും. മലങ്കര സഭയിൽ 17-ാം നൂറ്റാണ്ട് വരെ ഈ പറയുന്ന ജാതിക്ക് കർത്തവ്യന്മാരുടെ ഭരണമാണ്. ജാതികളുടെ തലവൻ എന്നുള്ള അർത്ഥത്തിലാണ് ജാതിക്ക് കർത്തവ്യം. ജാതികളുടെ കർത്തവ്യങ്ങൾ നടത്തുക, ഈ പറയുന്ന നസ്രാണി ജാതിയെ മുമ്പോട്ട് നയിക്കുക. ഒരു നേതൃത്വം ഉണ്ടായിരുന്നു ഇവിടെ. തദ്ദേശീയമായ ഒരു നേതൃത്വമാണ്, വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത നേതൃത്വമല്ല. നമ്മുടെ കാലാകാലങ്ങളിൽ നമ്മുടെ ദേശത്തിൻ്റെ വളർച്ചയുടെയും തദ്ദേശീയതയുടെയും സംസ്കൃതിയുടെയും അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വളർന്നു വന്ന ഒരു നേതൃത്വമാണിത്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംസ്കാരം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഇങ്ങനെ ഒരു ജനാധിപത്യ സംസ്കാരം വളർന്നു വന്നിരിക്കുന്നു. ലോകത്തെ ഒരു ക്രൈസ്തവ സഭയിലും ഇങ്ങനെ ഒരു ജനാധിപത്യ സംസ്കാരമില്ല. പള്ളി യോഗങ്ങൾ, ജാതിത്തലവനെ പിന്നീട് ഈ പറയുന്ന അർക്കദിയാക്കോൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് പിന്നീടാണ്. അർക്കദിയാക്കോൻ എന്നുള്ളത് പിന്നീട് ആധുനികമായ ഒരു പേരാണ്. ആർച്ച് ഡീക്കൻ എന്നുള്ള ഒരു വാക്ക് അതിൻ്റെ ഒരു പ്രാദേശിക ഭാഷാഭേദമാണ് അർക്കദിയാക്കോൻ എന്ന് പറയുന്നത്. ആദിമസഭയിൽ മൂപ്പന് കശീശയുടെ സ്ഥാനമായിരുന്നുണ്ടെങ്കിൽ അതേ സ്ഥാനം തന്നെയാണ് ഈ പറയുന്ന അർക്കദിയാക്കാനും ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രാദേശികമായി ഈ പറയുന്ന പൗരോഹിത്യ നൽവരം പ്രാദേശികമായി വളർന്നു വരുന്നത് 17-ാം നൂറ്റാണ്ട് വരെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവിടെ കാതോലിക്കർ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചേക്കാം. എന്തിനാണ് കാതോലിക്കർ സ്ഥാപിച്ചത്? പ്രാദേശികമായി ഒരു പൗരോഹിത്യ നൽവരവും ഒരു നേതൃത്വവും മലങ്കര സഭയിൽ 17-ാം നൂറ്റാണ്ട് വരെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പറയുന്ന കാതോലിക്കൻ്റെ ആ ശതാബ്ദി നമ്മൾ ആഘോഷിക്കുന്നത്? ഓരോ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള തളർച്ചയും വളർച്ചയും ഉണ്ട് എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. മലങ്കര സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് നിരന്തരമായ പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സംസ്കാരത്തോടും ഓരോ വിശ്വാസത്തോടും പോരാടി എന്നുള്ള ചരിത്രമാണ്. ആഗോള സഭ റോമിലും അന്ത്യോക്യയിലും ഈ പറയുന്ന സഭ വളരുന്നതിന് മുമ്പ് ഇവിടെ വളർന്നു വന്ന ഈ സഭ എങ്ങനെയാണ് ഒരു പ്രാദേശികമായ ഒരു ജനസമൂഹമായി എങ്ങനെയാണ് വളർന്നു വന്നത് എന്ന് അന്ത്യോക്യയിൽ നിന്നോ റോമിൽ നിന്നോ വന്നവർക്ക് അറിയുകയില്ല. നമ്മുടെ തനിമയെ മനസ്സിലാക്കുന്നതിന് ഒരു വിദേശ ശക്തികൾക്ക് അറിയുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ലത്തീൻവൽക്കരണം ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂനംകുരിശ് പ്രഖ്യാപനം ഉണ്ടായത്. ഇവിടെ പ്രോട്ടസ്റ്റന്റ് സമൂഹം ഇവിടെ നവീകരണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ഒരു തിരിച്ചടി ഉണ്ടായത് ഈ പരുമലയ്ക്കടുത്തുള്ള മാവേലിക്കൽ കൂടിയ ഒരു സുന്നതോസിൽ അതിൻ്റെ മാവേലിക്കൽ പടിയോല മുഖ്യമായിട്ടും സൂചിപ്പിക്കുന്നതാണ് നവീകരണത്തിനെതിരായിട്ടുള്ള. അവിടെ മറ്റു തീരുമാനം ഉണ്ടായെന്ന് അതേപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ പോരാട്ടങ്ങളാണ് എല്ലാം ഈ പറയുന്ന ലത്തീൻവൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം, നവീകരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം, പിന്നീടാണ് ഈ അന്ത്യോക്യൻ വൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടമായി 17-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നത്. ഇവിടെ കൂനംകുരിശ് പ്രഖ്യാപനത്തിന് ശേഷം ഇവിടെ എന്താണ് ഇവിടെ ഈ പറയുന്ന അതുവരെ മലങ്കര സഭയെ നയിച്ചിരുന്ന ഈ അർക്കദിയാക്കന്മാരുടെ ഒരു ചരിത്രമുണ്ടല്ലോ. ഞാൻ കാതോലിക്കറ്റിൻ്റെ ശതാബ്ദിയെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യം കൂടി പറയുക എന്നുള്ളത് കാതോലിക്കറ്റിൻ്റെ പ്രസക്തിക്ക് ഒരു നിദാനമാണ്. കൂനംകുരിശ് പ്രഖ്യാപനത്തിന് ശേഷം ഇവിടുത്തെ അർക്കദിയാക്കൻ തോമാ അർക്കദിയാക്കനെ ഇവിടുത്തെ മലങ്കര സഭയിലെ ഈ പറയുന്ന വിശ്വാസികൾ ഒന്നടങ്കം അവർ ചേർന്ന് ഇവിടുത്തെ പുരോഹിത വൃന്ദം ചേർന്ന് ഈ പറയുന്ന ഈ തോമാ അർക്കദിയാക്കനെ മലങ്കര സഭയിലെ ഒന്നാമത്തെ മെത്രാനായി വാഴിക്കുകയാണ്.
മലങ്കര സഭയിലെ ഒന്നാമത്തെ മെത്രാനെ വാഴിക്കുന്നതിന് നമ്മൾ അന്ത്യോക്യരുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാശ്ചാത്യ സഭകളുടെയോ സഹായം നമ്മൾ നേടിയിട്ടില്ല. ചരിത്രപരമായ ഒരു വളർച്ചയുടെ സൂചനയാണ്. അർക്കദിയാക്കാൻ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രാവശ്യം എന്ന നിലയിൽ ഒരു അർക്കദിയാക്കോനെ മാർത്തോമാ മെത്രാനായി വാഴിച്ചത് ഈ പറയുന്ന ലത്തീൻ വർഗത്തിനായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കും ഈ പറയുന്ന പൗരോഹിത്യ ക്രമം ഉണ്ട് എന്നുള്ള സൂചനയായിരുന്നു. അത് മൂപ്പൻ സ്ഥാനത്തിൽ നിന്നും ഈ പറയുന്ന ജാതിക്ക് കർത്തവ്യത്തിൽ നിന്നും അർക്കദിയാക്കോനിൽ നിന്നും വളർന്നു വന്നതാണ് മലങ്കര മെത്രാൻ എന്നുള്ള സ്ഥാനം എന്ന് പറയുന്നത്. ഇതൊന്നും ഇവിടെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സ്ഥാനനാമങ്ങളല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ കാതോലിക്കേറ്റിൻ്റെ ആവിഷ്കാരത്തെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? അവിടെയാണ് ഒരുപക്ഷെ ചരിത്രപരമായ ഒരു മണ്ടത്തരമാകാം, അല്ലെങ്കിൽ ചരിത്രപരമായ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമാകാം. മലങ്കര സഭ നവീകരണത്തിനെതിരായിട്ട് പോരാടുന്നു, ലത്തീൻ മതത്തിനെതിരായിട്ട് പോരാടുന്നു. അങ്ങനെയുള്ള ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇവിടുത്തെ വിശ്വാസവും ഇവിടുത്തെ ആരാധനയും ഇവിടുത്തെ സംസ്കൃതിയും നിലനിർത്തുന്നതിന് ഇവിടുത്തെ ഒന്നാം മാർത്തോമ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ നേതൃത്വം വിദേശ സഭകളുടെ സഹായം തേടുകയാണ്. ഒന്നാം മെത്രാനെ വാഴിച്ചപ്പോൾ ഇവിടുത്തെ മാർത്തോമാ മെത്രാനെ അംഗീകരിക്കാൻ ഇവിടുത്തെ പാശ്ചാത്യ സഭ ഇവിടുത്തെ റോമാ സഭ തയ്യാറായില്ല. ആരാണ് നിങ്ങൾക്ക് പട്ടം തന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. ആരാണ് നിങ്ങൾക്ക് പട്ടം തന്നത് എന്ന് ചോദിക്കാൻ അവരുടെ അജ്ഞത കൊണ്ട് ചോദിക്കുന്നതാണ്. റോമിൽ സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു സഭയുണ്ട് ഇവിടെ മലങ്കരയിൽ നിന്ന് അറിയാൻ വയ്യാത്ത ഒരു സമൂഹമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ മഹത്വത്തെപ്പറ്റിയോ നമ്മുടെ ഉദാത്തതയെപ്പറ്റിയോ മനസ്സിലാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിൻ്റെ തനിമയെപ്പറ്റി ചിന്തിക്കാൻ കഴിയാതെ ഒരു സമൂഹമായിരുന്നു മറിച്ച് ഇവിടെ മലങ്കര സഭയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്ഥാനക്രമത്തിന് വേണ്ടി നമ്മൾ വിദേശ സഭകളെ ആശ്രയിക്കുന്ന തരത്തിൽ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുകയാണ് ചെയ്തത്. ഒന്നാം മാർത്തോമാ മെത്രാൻ ഈ തൻ്റെ സ്ഥാനക്രമം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന് അഭിലാഷത്തിൻ്റെ പേരിൽ വിദേശ സഭകളുടെ സഹായം തേടിയെങ്കിൽ അതൊരു ദുര്യോഗമായി മാറുന്ന ചരിത്രമാണ് പിന്നീടുള്ള നൂറ്റാണ്ടുകൾ നമ്മൾ കാണുന്നത്. ഇവിടെ 50 വർഷത്തിന് ശേഷം പിന്നീട് ഒരു മെത്രാൻ ഇവിടെ വരികയുണ്ടായി. ആ മെത്രാൻ വന്നിട്ട് ഇവിടെ സ്ഥാനക്രമം പുനർനിർണയിച്ചു എന്നാണ് പറയുന്നത്. അതേപ്പറ്റി ഒന്നും അതിൻ്റെ ചരിത്രപരമായ അതൊക്കെ കാലഘട്ടത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. പക്ഷേ ഇവിടെ അന്ത്യോക്യൻ മെത്രാന്മാർ വന്നതിന് ശേഷമുള്ള ഒരു സങ്കീർണമായ ഒരു പ്രശ്നത്തിലേക്കാണ് കാതോലിക്കേറ്റിൻ്റെ ഈ പറയുന്ന ആവിഷ്കാരം നമ്മൾ സഫലമായത്. ഇവിടെ ഒന്നാം മാർത്തോമായുടെ സ്ഥാനക്രമം പുനർനിർണയിക്കുന്നതിന് വേണ്ടി ഒരു മെത്രാൻ വന്നതിന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് പത്രോസ് മൂന്നാമൻ പാത്രികീസ് മലങ്കരയിൽ വരുന്നത്. ഒരു അന്ത്യോക്യ പാത്രികീസ് മലങ്കരയിൽ വരുന്നത് അതിന് ശേഷമാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. പുലിക്കോട്ട് തിരുമയുടെ കാലത്താണ് വരുന്നത്. പുലിക്കോട്ട് തിരുമയുടെ കാലത്ത് വരുമ്പോൾ ഇവിടെ മലങ്കര സഭയിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സമൂഹമുണ്ടെന്നും അവർ സ്വതന്ത്രമായ ഒരു സഭയാണെന്നും അവർക്ക് ശൈഥില്യം അവരെ ശൈഥില്യപ്പെടുത്താൻ കഴിയാത്തൊരു സഭയാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് പത്രോസ് മൂന്നാമൻ മുളന്തുരുത്തിയിൽ സുന്നതോസ് വിളിച്ചു കൂട്ടിയത്. മുളന്തുരുത്തിയിൽ സുന്നതോസ് വിളിച്ചു കൂട്ടി മലങ്കര സഭയിലെ മെത്രാന്മാരുടെ ഈ പറയുന്ന ഐക്യത്തെ ശിഥിലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ്. മലങ്കര മെത്രാന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 1 മാർത്തോമാ മെത്രാൻ 9 മാർത്തോമാ മെത്രാന്മാരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് മലങ്കര സഭയെ നയിച്ചിരുന്ന ദീവന്യാസിയോ സ്ഥാനനാമങ്ങളായ മലങ്കര മെത്രാപ്പോലിത്തമാരാണ്. ഇങ്ങനെ മൂപ്പൻ, ജാതിക്ക് കർത്തവ്യൻ, അർക്കദിയാക്കോൻ, അല്ലെങ്കിൽ മാർത്തോമാ മെത്രാൻ, അല്ലെങ്കിൽ മലങ്കര മെത്രാപ്പോലിത്ത എന്നുള്ള സ്ഥാനക്രമത്തിൽ
വളർന്നു വന്ന ഒരു സഭയുടെ ചരിത്രവും സംസ്കൃതിയും മനസ്സിലാക്കാൻ കഴിയാതെ മലങ്കരയിൽ എത്തിയ പത്രോസ് മൂന്നാമൻ പാത്രീസ് ബാവ എന്താണ് ചെയ്തത്? 6 പേരെ അദ്ദേഹം പട്ടം കൊടുത്തു. എന്തിനാണ് പട്ടം കൊടുത്തത്? ഇവിടെ ഭദ്രാസനങ്ങൾ ഉണ്ടാക്കി സഭയെ വളർത്തുന്നതിന് വേണ്ടിയല്ല. മെത്രാന്മാരെ വാഴിച്ച് അവരുടെ പിന്തുണയും അവരുടെ സ്വാതന്ത്ര്യവും തൻ്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം 6 പേർക്ക് പട്ടം കൊടുത്തത്. പക്ഷെ എന്ത് സംഭവിച്ചു? പത്രോസ് മൂന്നാമൻ മടങ്ങിപ്പോയതിനു ശേഷം മലങ്കരയിൽ അദ്ദേഹം വാഴിച്ച മെത്രാന്മാരെല്ലാം, പരുമനത്തിന് ഉൾപ്പെടെയുള്ള മെത്രാന്മാരെല്ലാം എന്താണ് മലയാളത്തുള്ള പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യോസിൻ്റെ കീഴിൽ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു സഭയായി വീണ്ടും മുന്നേറുകയാണ്. കാതോലിക്കേറ്റിൻ്റെ ആവിഷ്കാരത്തിന് ഇടയാക്കിയ കാരണങ്ങൾ പിന്നീട് മുളന്തുരുത്തി സുന്നതിന് ശേഷം ഇങ്ങനെ നമ്മൾ കാണുകയാണ്. ഓരോ കാലത്തും ഇങ്ങനെ കാണുകയാണ്. സഭയുടെ സ്വാതന്ത്ര്യം തകർക്കുന്നതിനും മലങ്കര സഭയെ ചൂഷണം ചെയ്യുന്നതിനും അതിൻ്റെ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ കൈയടത്തുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ പറയുന്ന പത്രോസ് മൂന്നാമൻ്റെ വരവിന് ശേഷം നമ്മൾ കാണുകയാണ്. ഇവിടെ ഈ പറയുന്ന അന്ത്യോക്യൻ മെത്രാന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ പ്രബലമായിരുന്നത് 17-ാം നൂറ്റാണ്ട് വരെ പ്രബലമായിരുന്നത് പൗരസ്ത്യ സുറിയാനി ഭാഷയായിരുന്നു. നമ്മുടെ ആരാധനാ ഭാഷ അതായിരുന്നു. അന്ത്യോക്യൻ വൽക്കരണം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ആരാധനാ ഭാഷ തന്നെ മാറ്റി, പാശ്ചാത്യ സുറിയാനിയാക്കി മാറ്റി. ഇങ്ങനെ ഒത്തിരി ഈ പറയുന്ന അന്ത്യോക്യൻ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഗൂഢാലോചനകൾ പലതരത്തിൽ ഇവിടെ നടപ്പാക്കിയുണ്ടായി. ചിലതൊക്കെ ഗുണമായി ഭവിച്ചു, ചിലതൊക്കെ ദോഷമായി ഭവിച്ചു. എങ്കിലും അന്ത്യോക്യൻ വൽക്കരണത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് മലങ്കര സഭയെ അന്ത്യോക്യയുടെ കാൽക്കീഴിൽ അവരുടെ അധികാരത്തിന് കീഴിൽ പിടിച്ച് കെട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യം മുതലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനെ ചെറുക്കുന്ന ഒരു ചരിത്രമാണ് മലങ്കര സഭയിൽ നമുക്ക് കാലാകാലങ്ങൾ കാണാൻ. അതിനെ ചെറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ചെറിയ സമൂഹമാണ്, പക്ഷേ നിരന്തരമായി പോരാടുകയാണ്. ആ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ആ പോരാട്ടം തുടരുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അന്ത്യോക്യൻ വൽക്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമായി നിൽക്കുന്നത് കൊണ്ടാണ്. മുളന്തുരുത്തി സുന്നതിന് ശേഷം ഇവിടെ ഈ പറയുന്ന വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് വരെയുള്ള കാലഘട്ടങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ ദീർഘമായി പോകുന്നില്ല. എന്തിനാണ് മുടക്കിയത്? വട്ടശ്ശേരി തിരുമേനി എന്തിനാണ് മുടക്കിയത്? അന്ത്യോക്യ പാത്രീസ് ഒരു ഘട്ടത്തിൽ വിചാരിച്ചു ഇവിടെ തനിക്ക് സാമന്തനായ ഒരു മഫ്രിയാനെ ഇവിടെ വാഴിക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. താൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു കീഴ്സ്ഥാനിയെ ഇവിടെ നിയമിക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. അത് അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഈ സഭയെ അതിൻ്റെ അന്ത്യോക്യയുടെ കാൽക്കീഴിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. 912 ഇവിടെ എന്താണ് സംഭവിച്ചത്? 912 ഇവിടെ കാതോലിക്കേറ്റിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് മലങ്കര സഭയുടെ ഉൾഭരണ സ്വാതന്ത്ര്യം ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു കാതോലിക്കേറ്റ് എന്ന് പറയുന്നത്. ഒന്നാം കാതോലിക്കോസ് എന്ന് പറയുന്നത് അന്ത്യോക്യ പാത്രീസിന്റെ കീഴ്സ്ഥാനി അല്ല എന്നുള്ളതാണ്. നമ്മുടെ തനിമയുടെ ഒരു ആവിഷ്കാരമായിരുന്നു ഈ പറയുന്ന കാതോലിക്കേറ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് മൂപ്പൻ സ്ഥാനം മുതൽ അർക്കോദിയാക്കാൻ വഴി, മാർത്തമാ മെത്രാൻ വഴി, മലങ്കര മെത്രാപ്പോലിത്ത വഴി കാതോലിക്കേറ്റിൽ എത്തി നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ തദ്ദേശീയമായ സംസ്കൃത വളർച്ചയുടെ ഭാഗങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ നദികൾക്കും അന്തർലീനമായ ഒരു ശക്തിയുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ഈ അന്തർലീനമായ ചൈതന്യത്തിൻ്റെ സ്വരൂപങ്ങളാണ് ഈ പറയുന്ന എല്ലാ ഈ കാതോലിക്കേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനങ്ങളും. കാതോലിക്കേറ്റ് സ്ഥാപിതമായതോടുകൂടി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അത് നമ്മൾ അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ടായിരുന്ന ഒരു ഇച്ഛാശക്തിയും
അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള അന്ത്യോക്യൻ വൽക്കരണത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ അന്തിമ വിജയമാണ് കാതോലിക്കേറ്റ് എന്നുള്ളത്. പുതുതായി നേടിയതല്ല, ഇവിടെ ഉള്ളത് അതിനെ പുനഃപ്രതിഷ്ഠിച്ചതാണ്. നമുക്ക് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നമുക്കൊരു ഭരണഘടന ഉണ്ടായി എന്ന് പറയുന്നത് പോലെയാണ്. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇത് ഈ കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഹിതത്തിൻ്റെയും ജനങ്ങളുടെ സംസ്കൃതിയുടെയും ഒരു ആവിഷ്കാരമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ പോലെയാണ്. കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മലങ്കര നസ്രാണികളുടെ ഹിതത്തിൻ്റെയും അവരുടെ അഭിലാഷത്തിൻ്റെയും അവരുടെ മോഹത്തിൻ്റെയും ഒരു ആവിഷ്കാരമായിരുന്നു കാതോലിക്കേറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ സ്വതന്ത്ര ജനതയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. ഞങ്ങൾ ആരുടെയും അടിമത്തത്തിൽ ആരുടെയും നുഖത്തിൽ ജീവിക്കുന്നവരല്ല എന്നുള്ള പ്രഖ്യാപനമാണ്. കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഉദയംപേരൂർ സുനദോസിന്റെ കാനോനകളിൽ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, മലങ്കര സഭയിൽ മലങ്കരയിലെ നസ്രാണികൾ അവരുടെ തലവനെ കാതോലിക്കോസ് എന്ന് വിളിക്കുന്നു. അന്ന് കാതോലിക്കേറ്റ് രൂപം കൊണ്ടിട്ടില്ലെങ്കിലും അന്നത്തെ ആധ്യാത്മികമായ നേതൃത്വത്തെ കാതോലിക്ക എന്ന് വിളിക്കുന്നതായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് പൗരസ്ത്യ കാതോലിക്കയാണോ, അത് ഏത് കാതോലിക്കയാണെന്നുള്ളതിനെപ്പറ്റി നമ്മൾ അത് ചരിത്രപരമായി അന്വേഷിക്കേണ്ട സംഗതിയാണ്. അതോ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ സഭാസ്ഥാനിയെയാണോ വിളിച്ചിരുന്നത്? എന്നെ സംബന്ധിച്ച് ആദ്യത്തെ കാതോലിക്ക ആരാണെന്ന് ചോദിച്ചാൽ സെന്റ് തോമസ് ആണ് മലങ്കരയിലെ ആദ്യത്തെ കാതോലിക്ക. പൊതുവിന്റെ പിതാവാണ് കാതോലിക്ക എന്ന് പറയുന്നത്. റോമാ സാമ്രാജ്യത്തിൽ പിന്നീട് ഈ പറയുന്ന റോമിലും അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും പാത്രിയർക്കന്മാരെ നിയമിച്ചപ്പോൾ അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യവസ്ഥാപിത സഭാ ഭരണ സംവിധാനമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ അകത്തുള്ള ഈ സഭാ ഭരണാധികാരികളെ സൂചിപ്പിക്കുന്നത് ഒരു നാമമായിരുന്നു പാത്രിയർക്കീസ് എന്നുള്ളത്. കാതോലിക്കോസ് എന്നുള്ളത്, പൊതുവിൻ്റെ പിതാവ് എന്നുള്ളത്, അത് സാമ്രാജ്യങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു നാമമാണ്. കാതോലിക്കോസ് ആണോ പാത്രിയർക്കീസ് ആണോ, ആരാണ് മുമ്പൻ, ആരാണ് ഉന്നത ശീർഷൻ എന്നുള്ള ഒരു ചോദ്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചരിത്രപരമായ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന അന്ത്യോക്യയിലും റോമിലും അലക്സാണ്ട്രിയയിലും ഒരു പാത്രിയർക്കീസന്മാരെ വാഴിക്കപ്പെട്ടത് അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള പിതാക്കന്മാരായിരുന്നു. കാതോലിക്കോസ് എന്നുള്ളത് അതിന് എത്രയോ മുമ്പ് തന്നെ ഉള്ളൊരു നാമമാണ്. രണ്ട് വാക്കും ഗ്രീക്ക് പദങ്ങളാണ്. അപ്പോൾ ഉദയംപേരൂർ കാനോനകളിൽ എന്താണ് പറഞ്ഞത്? മാർപ്പാപ്പയല്ലാതെ ഒരു കാതോലിക്കായില്ല എന്നുള്ളതാണ്. മാർപ്പാപ്പയല്ലാതെ ഒരു പൊതുവിൻ്റെ പിതാവില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഉദയംപേരൂർ സുനദോസിന്റെ കാനോനകളിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ പൊതുവിൻ്റെ ഒരു പിതാവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 912 പൊതുവിൻ്റെ പിതാവിനെ നമ്മൾ വാഴിച്ചത് പുതുതായി വാഴിച്ചതാണോ, പുനഃസ്ഥാപിച്ചതാണോ, ആവിഷ്കരിച്ചതാണോ? പൊതുവിൻ്റെ പിതാവ് എന്നുള്ള സങ്കല്പം മലങ്കര സഭയുടെ ചരിത്രത്തിലുണ്ട്. നമ്മുടെ തദ്ദേശീയതയുടെ ഒരു പ്രതീകമാണ് പൊതുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. പൊതുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ്, നമ്മുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്. പക്ഷെ അതിന് വ്യവസ്ഥാപിതമായ ഒരു രൂപം ഉണ്ടായത് 912 അതാണ്. ഓരോ രാജ്യത്തും ഓരോ സഭയിലും അതിൻ്റെ വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനങ്ങളുണ്ട്. അത്തരം ഒരു ഭരണ സംവിധാനത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു 912 കാതോലിക്കയിൽ. അതൊരു നവീന സൃഷ്ടിയേ അല്ല. അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വളർച്ചയുടെ ഒരു സ്വരൂപമാണ്. അതുകൊണ്ട് കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകളോട് സംഹരിക്കുകയാണ്. നമ്മൾ കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി നമ്മൾ ആഘോഷിക്കുമ്പോൾ
912 ആരംഭിച്ച ഒരു സഭയല്ല ഇത്. 912 ആരംഭിച്ച ഒരു ഭരണ സംവിധാനവുമല്ല ഇത്. ഈ സംവിധാനം 1960 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവ് മാത്രമാണിത്. ഒന്നാം കാതോലിക്ക മുറിമറ്റത്തിൽ വാവ മുതൽ പൗലോസ് ദ്വിതീയൻ വരെയുള്ള കാതോലിക്കന്മാരുടെ 8 കാതോലിക്കന്മാരുടെ ചരിത്രം അത് ആധുനിക ചരിത്രമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മൂപ്പൻ മുതൽ കാതോലിക്ക വരെയുള്ള ഒരു കാലഘട്ടം ഒരു ചരിത്ര സംസ്കൃതി നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? തദ്ദേശീയമായി രൂപം കൊണ്ട് വളർന്നു വന്ന ഒരു സഭയാണ് നമ്മൾ. ഇത് നമ്മുടെ തനിമ എപ്പോഴാണ് തകർക്കാൻ വിദേശ ശക്തികൾ, വിദേശ സംസ്കൃതികൾ ശ്രമിച്ചിട്ടുള്ളത്, അപ്പോഴെല്ലാം ഈ പറയുന്ന തദ്ദേശീയമായ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടത്തിൽ നമ്മൾ തളർന്നു പോയിട്ടുണ്ട്. ആ തളർച്ചയിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു കാതോലിക്കേറ്റിൻ്റെ പ്രഖ്യാപനം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത് ആഘോഷിക്കുമ്പോൾ കാതോലിക്കേറ്റ് നമ്മുടെ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമാണിത്, നമ്മുടെ ആരാധനയുടെ പ്രതീകമാണ്, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രതീകമാണിത്. ശിഥിലമായ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട്, ശിഥിലമായ ഒരു സഭയിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മുടെ കുടുംബത്തെ നയിക്കുവാനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ പമ്പാനദിയുടെ നീരൊഴുക്ക് നമ്മൾ കാണുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ. ആ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശീയതയാണ്. ആ തദ്ദേശീയതയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ് ഈ കാതോലിക്കേറ്റിൻ്റെ ഈ ശതാബ്ദി ആഘോഷം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കാതോലിക്കേറ്റിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിവിധങ്ങളായ അവലോകനങ്ങളും ദർശനങ്ങളും ഒക്കെ അതിൽ പറയുന്നു, വ്യാപരിക്കുന്നു. എനിക്ക് ഇതിൽ ആവർത്തിച്ചോർപ്പിക്കുവാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ശ്രീ പോൾ മണലിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഏതൊരു മതത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ചരിത്രം നോക്കുമ്പോഴും, പ്രത്യേകിച്ച് 10-20 നൂറ്റാണ്ടുകളിലൂടെ വളർന്നതായ ഏതൊരു പ്രസ്ഥാനത്തിനും അതിന് വിവിധങ്ങളായ രാഷ്ട്രീയ സാംസ്കാരിക തനിമയിലുള്ള ചരിത്രം ഉണ്ടായിരിക്കും. ആ ചരിത്രത്തിൻ്റെ ഒരു വളർച്ച, ആ ചരിത്ര വളർച്ചയിലാണ് നാം നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർക്കുവാനുള്ളത്. ശ്രീ പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തനിമയിലേക്കുള്ള ഒരു മടക്കം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഒരു കാര്യം ആവർത്തിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, പാരതന്ത്ര്യമുള്ളിടത്താണ് സ്വാതന്ത്ര്യത്തിന് സ്ഥാനമുള്ളത്. ഞാൻ പഠിച്ച ചരിത്രമനുസരിച്ച് മലങ്കര സഭയ്ക്ക് പാരതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചത് ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. നമ്മുടെ കർത്താവ് 12 അപ്പോസ്തലന്മാരോടും ഒരേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലോകത്തിലേക്ക് അയച്ചത്. നിങ്ങൾ പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക, എല്ലാവരെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുക. അത് പത്രോസിന് കൂടുതലോ തോമാസ് ലീഹായ്ക്ക് കുറവോ ഒന്നും കൊടുത്തിട്ടില്ല. ശുദ്ധമുള്ള മത്തായി ലീഹയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ലൂക്കോസ് 22:30, ഇവിടെയൊക്കെ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. വീണ്ടും നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് എൻ്റെ രണ്ടാമത്തെ ന്യായവിധി നാളിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും വിധിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ വാക്ക് തന്നെ ആവർത്തിക്കുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ കീഴെ എവിടെയെങ്കിലും തോമാസ് ലീഹായും ഒരു മുക്കാലിയിട്ടിരിക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പിന്നീട് ഓരോരുത്തരുണ്ടാക്കിയ ചില തത്വങ്ങളാണ്. അതിനെ പിടിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു സഭയിൽ, ഒരു സമൂഹത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് ചെയ്യുന്നത് സ്വത്വബോധമില്ലാത്തവരാണ്. ഞങ്ങൾക്ക് ഈ പാരതന്ത്ര്യം മതി എന്ന് പറയുന്നവരാണ്. ഈയിടയ്ക്ക് നിങ്ങൾ കേട്ട് കാണും, കുറേ നാൾ സ്വയം കാതോലിക്കയാണ് എന്ന് പറഞ്ഞ ഒരു ആള് കഴിഞ്ഞ ദിവസം പറയുന്നു അദ്ദേഹത്തെ കർദിനാളാക്കിയെന്ന്. ഒരു കാതോലിക്ക എന്ന് പറഞ്ഞാൽ ഒരു സഭയുടെ സാർവത്രിക നേതാവാണ്. അതിൻ്റെ മുകളിൽ പിന്നെ ആ സഭയ്ക്ക്
മറ്റൊരു അധ്യക്ഷൻ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാശ്ചാത്യ സഭയുടെ, പാശ്ചാത്യ ധനത്തിൻ്റെ, പാശ്ചാത്യ സംസ്കൃതിയുടെ ഭാഗമായി കുറേ ആളുകൾ സ്വന്തം സഭയെ ഒറ്റിക്കൊടുത്തുകൊണ്ട് നിൽക്കുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുന്നതായ ചില കാര്യങ്ങളെ ഉയർത്തിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് സഭയുടെ സാർവത്രിക നേതൃസ്ഥാനത്തെ തരം താഴ്ത്തി കാണിക്കുന്ന ചില ശ്രമങ്ങൾ ഒരിടത്ത് നടക്കുന്നു. മറ്റേ ചിലരും ഇതുപോലെ തന്നെ സ്വയപ്രഖ്യാപിത കാതോലിക്കന്മാരായിട്ട് അതിനെന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം പിന്നെ ഒരു ശ്രേഷ്ഠനെന്നൊക്കെ കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തോമസ് ലീഹായാൽ സ്ഥാപിതമായ ഒരു സഭ, അതിന് കാലാകാലങ്ങളിൽ വന്നതായ വ്യത്യാസങ്ങൾ, അതിനെ അടക്കി വാഴുവാൻ, അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതായ ഓരോ സമയത്തും അതിനെ ധീരമായി ധിക്കരിച്ചതായ പിതാക്കന്മാർ, ഇതാണ് നാം ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതായ ഒരു വസ്തുത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഉച്ചനമസ്കാരത്തിന് മണിയടിച്ച് ഇത്രയും സമയവും ആയതുകൊണ്ട് ഞാനെൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഈ കാതോലിക്കേറ്റ് സെന്റിനറി ആഘോഷവേളയിൽ സഭ സ്വത്വബോധമുള്ള ദേശീയ സഭയായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നാൾ വരെയും ഏറ്റവും ഊർജ്ജസ്വലയായി വളരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിനെ നയിക്കുന്ന പരിശുദ്ധ ബാവാതിരുമേനിമാർക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് നവംബർ 25-ാം തീയതി നടക്കുന്നതായ മഹാസമ്മേളനത്തിനും എല്ലാ ആശംസകളും പ്രത്യേകിച്ച് അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ പേരിൽ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സെമിനാർ ഇവിടെ സമാപിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ സേവറിയോസ് തിരുമേനിയോട്, മുഖ്യ പ്രഭാഷണം നമുക്ക് നൽകിയ പ്രിയപ്പെട്ട പോൾ മണലിനോട്, അഭിനന്ദ യൂലിയോസ് തിരുമേനിയോട് സർവരോടുമുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സിംപോസിയം ഇവിടെ സമാപിക്കുന്നു.